ആരെയും കുടിയൊഴിപ്പിക്കില്ല മുനമ്പത്ത് നിന്ന് എന്ന മന്ത്രിമാർ ഉറപ്പ് നൽകുകയാണ്. വഖഫ് ഇനി ഒരു നോട്ടീസ് വായിക്കില്ല. ഇക്കാര്യം സംബന്ധിച്ച് വഖഫ് ബോർഡ് ഈ ചർച്ചയിൽ ഉറപ്പ് നൽകിയെന്നും മന്ത്രിമാർ വിശദീകരിക്കുന്നുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ പരിശോധിക്കാനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 3 മാസം കൊണ്ട് ഈ കമ്മീഷൻ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലാകും മറ്റ് തീരുമാനങ്ങൾ. മുനമ്പത്തെ ജനങ്ങൾക്ക് റവന്യൂ അധികാരങ്ങൾ ഉൾപ്പെടെ സ്ഥാപിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം വേണം. ഒറ്റ വാക്കുകൊണ്ട് എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുന്നു, എല്ലാ അവകാശങ്ങളും അവർക്ക് പതിച്ചു നൽകുന്നു എന്ന ഒറ്റ വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത്. നിയമക്കുരുക്കിലേക്കൊക്കെ കടന്നിട്ടുള്ള വിഷയമാണ്. വിവിധ കോടതികളിൽ ഇതുമായി ബന്ധപ്പെട്ട പല കേസുകൾ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും അതൊക്കെയും ഈ തീരുമാനത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. അതുവരെ ഒരാളെയും കുടിയൊഴിപ്പിക്കില്ലെന്ന് ഉറപ്പുകൂടി നൽകുന്നു. വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, സ്വാഭാവികമായി നമുക്കറിയാവുന്നതുപോലെ വലിയ നിയമക്കുരുക്കിൽ കിടക്കുന്ന പ്രശ്നം കൂടിയാണിത്. അതിലൊരു ശാശ്വത പരിഹാരമാകണമെങ്കിൽ അതിന് അത്രമേൽ കാലതാമസം എടുക്കുകയും ചെയ്യും. കോടതികളുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അവിടെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിക്കുന്നു. അതുവരെ ആരെയും കുടിയിറക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നു. വഖഫ് ആകട്ടെ ഇനി നോട്ടീസ് അയക്കില്ല എന്ന സർക്കാരിന് ഉറപ്പും നൽകുന്നു. എങ്ങനെയൊക്കെയാണ് വിജിൻ തീരുമാനങ്ങൾ? പ്രധാനമായും 4 തീരുമാനങ്ങളാണ് ഉന്നതതല യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരു തരത്തിലുള്ള നോട്ടീസും നിലവിൽ വഖഫ് ബോർഡ് നൽകില്ല. ഒപ്പം തന്നെ മറ്റൊരു തരത്തിലുള്ള നിലവിൽ നൽകിയിരിക്കുന്ന നോട്ടീസും ഒരു നടപടിയും ഉണ്ടാകില്ല. മറ്റൊന്നാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഇതിലെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു കമ്മീഷനെ, ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷനെ തന്നെ രൂപീകരിക്കാനുള്ള തീരുമാനം. ആ കമ്മീഷൻ 3 മാസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം. അങ്ങനെ നിയമപരമായ ഒരു പൂർണ്ണമായ സംരക്ഷണം നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്കാണ് സർക്കാർ ഇപ്പോൾ കടക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഒരാളെ പോലും ഈ ഭൂമിയിൽ പട്ടയം ലഭിച്ചിട്ടുള്ള ഒരാളെ പോലും ഒഴിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കില്ല. അവരെ അവിടെ തന്നെ സംരക്ഷിച്ചു നിർത്തും എന്നുള്ള തീരുമാനവും വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ ഉണ്ടായി. വഖഫ് ബോർഡിന് സർക്കാർ അങ്ങോട്ട് നിർദ്ദേശം നൽകിയത് ഇനി ഒരു തരത്തിലുള്ള നിയമ നടപടികളിലേക്കും നോട്ടീസ് നൽകുന്ന നടപടികളിലേക്കും ഒന്നും കടക്കരുത് എന്നാണ്. ഇക്കാര്യം വഖഫ് ബോർഡും അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു നിയമ നടപടികളിലേക്കോ നോട്ടീസ് നൽകി അവരുടെ രേഖകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നടപടികളിലേക്കോ നിലവിൽ കടക്കില്ല. ഇപ്പോൾ മുനമ്പത്തെ വിഷയം എന്ന് പറയുന്നത് 2022 നൽകിയ നോട്ടീസാണ്. ആ നോട്ടീസിൽ എവിടെയും ഈ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞിട്ടില്ല. ആവശ്യമായ രേഖകൾ ഹാജരാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ആ നോട്ടീസ് നൽകിയത് തന്നെ അവിടുത്തെ ഈ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടു നൽകിയ സ്ഥലവുമായി ബന്ധപ്പെട്ട അത്തരം വ്യക്തികൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അല്ലാതെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഒരു തരത്തിലും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത, നിലവിൽ അവിടെ താമസിക്കുന്നവർക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധിയോ ഇല്ലാത്ത നടപടികളിലേക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നത്. അത് ഇത്തരം ഒരു നിയമപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ച ജസ്റ്റിസ് രാമേന്ദ്രനെ പോലുള്ള മുതിർന്ന നിയമജ്ഞനെ തന്നെ മുൻനിർത്തിയുള്ള ഒരു റിപ്പോർട്ടിലേക്ക്, ഒരു കമ്മീഷൻ രൂപീകരണത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. അതിനർത്ഥം പൂർണ്ണമായും ഇവരുടെ വിശ്വാസത്തിലെടുത്ത് ഇവരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടി സ്വീകരിച്ച് നിയമപരമായ പൂർണ്ണമായ പരിരക്ഷ നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള നടപടിയാണ് ഇന്ന് ഏകദേശം 1.5 മണിക്കൂർ നീണ്ടുനിന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. നിയമമന്ത്രി, അതുപോലെ തന്നെ റവന്യൂ മന്ത്രി, വഖഫ് മന്ത്രി, ചീഫ് സെക്രട്ടറി, ഒപ്പം തന്നെ വഖഫ് ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത മണിക്കൂറുകൾ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ഒടുവിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ജുഡീഷ്യൽ കമ്മീഷനെ തന്നെ നിയമിച്ചുകൊണ്ട് നിയമപരിരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ പൂർണ്ണമായ വിശ്വാസത്തെ കൂടി കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും സർക്കാർ എന്ന തീരുമാനത്തിലേക്ക് എത്തി. നിലവിൽ സമരം ചെയ്യുന്നവരുമായും ഒപ്പം തന്നെ നാട്ടുകാരുമായും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ഉന്നതതല യോഗത്തിന്റെ സർക്കാർ തീരുമാനത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും എന്ന കാര്യവും മന്ത്രിമാർ വ്യക്തമാക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ സമരം ചെയ്യുന്നവർ ഈ ജുഡീഷ്യൽ കമ്മീഷനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ മന്ത്രിമാർ തന്നെ വ്യക്തമാക്കുന്നത് നിലവിൽ ശാശ്വതമായ നിയമപരമായ ഒരു പരിഹാരത്തിന് ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മന്ത്രി പി രാജീവ് ഏറ്റവും അവസാനം പറഞ്ഞ കാര്യം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വലിയ തരത്തിലുള്ള സ്വപ്നം അവർക്ക് നൽകി, എന്തെങ്കിലും ഒരു വാഗ്ദാനം നൽകി അങ്ങനെ ഒരുപക്ഷെ കൈയിട നേടാൻ സർക്കാരിന് കഴിയും. പക്ഷേ അതല്ല സർക്കാർ
ആഗ്രഹിക്കുന്നത്. സർക്കാർ ഇത്രയും കാലമായി ആ ഭൂമിയിൽ താമസിച്ചവരുടെ നിയമപരമായ അതും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും മുതിർന്ന ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ തന്നെ ഇക്കാര്യത്തിൽ ഒരു കമ്മീഷനായി നിയോഗിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കിന് സർക്കാർ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, വിജിൻ വയന്തോടാണ് വിവരങ്ങൾ നൽകിയത്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ന് ചേർന്ന സർവകക്ഷി യോഗം അന്തിമമായി എത്തുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. മുനമ്പത്തെ ജനതയ്ക്ക് അവരുടെ നിയമപരമായ അവകാശങ്ങൾ കൂടി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുകയും ചെയ്യുന്നത്. വഖഫ് ബോർഡ് ഇനി ഒരു നോട്ടീസും മുനമ്പത്തെ ജനതയ്ക്ക് അയക്കില്ല എന്നും സർവകക്ഷി യോഗത്തിൽ അറിയിക്കുകയാണ്. വിജിൻ വയന്തോടാണ് വിവരങ്ങൾ നൽകിയത്.